ഒരുമിച്ചുള്ള പ്രഭാത ഭക്ഷണത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനമാറ്റത്തെക്കുറിച്ച് മൗനം പാലിച്ചും വരുന്ന തെരഞ്ഞെടുപ്പിലും ഇരുവരും ഒരുമിച്ച് പോകുമെന്നും പ്രഖ്യാപിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും. ഹൈക്കമാൻഡ് എന്തു പറഞ്ഞാലും അതനുസരിക്കുമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്ഥാന തർക്കത്തെക്കുറിച്ച് ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ ഇരുവരും BJP-JDS സഖ്യത്തിനെതിരെ ഒരുമിച്ച് പോകുമെന്ന വാദം ആവർത്തിക്കുകയായിരുന്നു. ആർ കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരണ്, മഞ്ഞുരുക്കമാണോ അതോ പുതിയ പ്രശ്നങ്ങളുടെ തുടക്കമാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, മഞ്ഞുരുക്കമാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തത് മുഖ്യമന്ത്രി സ്ഥാനം മാറുന്നതിനെ കുറിച്ചാണ് എങ്കിൽ പോലും ആ കാര്യമേ അല്ല ചർച്ച ചെയ്തത്. ഞങ്ങളുടെ മുന്നിൽ അങ്ങത്തരം ഒരു ചർച്ചയെ വന്നിട്ടില്ല എന്നുള്ള മട്ടിൽ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് എന്തായാലും സിദ്ധരാമയ്യയും അതോടൊപ്പം ഡി.കെ. ശിവകുമാറും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. അവർ രണ്ടുപേരും ആദ്യം സിദ്ധരാമയ്യ പറഞ്ഞത് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് വേണം എന്ന് ഹൈക്കമാൻഡിൻ്റെ ഭാഗമായി KC വേണുഗോപാൽ നിർദ്ദേശിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് നടത്തിയത്. കർണാടകയുടെ പൊതുവികസന പദ്ധതികളെക്കുറിച്ചും 2028 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ എങ്ങനെ വിജയം ആവർത്തിക്കാം എന്നതിനെക്കുറിച്ചും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വിജയം പിടിക്കാം എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് ചർച്ച നടത്തിയതെന്നും പ്രധാനമായും BJP-യും JDS-ഉം അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളും ഒക്കെ ചേർന്നാണ് ഇത്തരത്തിൽ ചില അഭ്യൂഹങ്ങളും അപവാദങ്ങളും ഒക്കെ പറഞ്ഞു വരുത്തുന്നതും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ഡി.കെ. ശിവകുമാർ സംസാരിച്ചപ്പോഴും അദ്ദേഹവും ഇതുതന്നെയാണ് പറഞ്ഞത്. ഹൈക്കമാൻഡ് എന്തു തീരുമാനമെടുത്താലും ഞങ്ങൾ അനുസരിക്കും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് 2023 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2028 തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നാണ് പറഞ്ഞത്. വാക്കുകൾ ഏതെങ്കിലും ഒരു വാക്കിലോ അല്ലെങ്കിൽ പരോക്ഷമായ ഒരു സൂചനയോ പോലും ഇരുവരും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തർക്കമുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഇരുവരും നൽകിയിട്ടില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചും ഹൈക്കമാൻഡിനെ സംബന്ധിച്ചും ഒരു ശുഭസൂചനയായി തന്നെ കാണണം. ഇനി വരുന്ന ദിവസങ്ങളിൽ തന്നെ ഡി.കെ. ശിവകുമാറിൻ്റെ വീട്ടിൽ സിദ്ധരാമയ്യയും മറ്റ് മന്ത്രിമാരെയൊക്കെ വിളിച്ച് ഒരു ലഞ്ചോ ഡിന്നറോ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അത് ഇത്തരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇരുന്ന് ചർച്ച ചെയ്യാൻ എല്ലാ കാര്യങ്ങളും കഴിയും. ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനും BJP-ക്കും എതിരെയുള്ള ആരോപണങ്ങളുമൊക്കെയാണ് ഇരുവരും ഉന്നയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ മാറ്റമുണ്ടോ, സ്റ്റാറ്റസ് കോ തുടരുമോ എന്നൊക്കെയുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചെങ്കിലും അതിലെവിടെയും ആണെന്നോ അല്ലെന്നോ ഏതെങ്കിലും തരത്തിൽ ഒരു മറുപടി പറയാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഈ ചോദ്യങ്ങൾക്കൊക്കെയും പ്രതിപക്ഷത്തിന് എതിരെയുള്ള ആരോപണങ്ങളും അതോടൊപ്പം തന്നെ സർക്കാർ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞത്. ഹൈക്കമാൻഡ് എന്തു തീരുമാനിച്ചാലും ആ തീരുമാനം ഞങ്ങൾ പൂർണ്ണമായും അനുസരിക്കും. പാർട്ടിയാണ് ആദ്യം, പാർട്ടിയാണ് ഫസ്റ്റ്, പാർട്ടി ഫസ്റ്റ് എന്നുള്ള വാചകമാണ് ഡി.കെ. ശിവകുമാർ പറഞ്ഞത്. സിദ്ധരാമയ്യ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുമെന്ന് പറഞ്ഞ് അതുതന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം CM പറഞ്ഞതെല്ലാം പൂർണ്ണമായും ഞാൻ അതിനോട് യോജിക്കുന്നു. ആ തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഡി.കെ. ശിവകുമാറും പറഞ്ഞു. എന്തായാലും ഇങ്ങനെ ഒരു ചർച്ചയിൽ രാവിലെ എന്തായാലും ഇരുവരും തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു ധാരണ ചിലപ്പോൾ ഇരു നേതാക്കളും തമ്മിൽ ഉണ്ടായി കാണണം. ഹൈക്കമാൻഡും അതുതന്നെയായിരിക്കണം ഉദ്ദേശിച്ചത്. ഇരുവരും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കട്ടെ, ഇരുവർക്കുമിടയിൽ അത്തരം ധാരണകൾ ഉണ്ടാവട്ടെ എന്നുള്ള തീരുമാനം തന്നെ അവിടെ ഉണ്ടായത്. ഏതെങ്കിലും തരത്തിലൊരു അതൃപ്തി ഇരുവരും പരസ്യമാക്കേണ്ടതില്ല എന്നല്ല, അല്ലെങ്കിൽ അതൃപ്തി ഉണ്ട് എങ്കിൽ പോലും അല്ലെങ്കിൽ അത് തർക്കം പരിഹരിച്ചാലും അതൃപ്തി നിലനിൽക്കുകയാണെങ്കിൽ പോലും അത് പുറത്ത് കാണിക്കേണ്ടതില്ല അല്ലെങ്കിൽ പുറത്ത് അറിയിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് ഇരു നേതാക്കളും യോജിച്ചു എന്നുള്ളതാണ് ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ഡി.കെ. ശിവകുമാറും സിദ്ധരാമയ്യയും ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചു. അവരുടെ വാക്കുകളിലേക്ക്. The unity will continue. We are together. Myself and the President of the KPCC and Deputy Chief Minister, Mr. D.K. Shivkumar, and myself are single. We are you are united. You are united, and there is no differences between D.K. Shivkumar and myself. Kavita Gold and ഇരുവരും തമ്മിൽ യാതൊരു ഭിന്നതയുമില്ലെന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞത്. തർക്കപരിഹാരമുണ്ടായി എന്നുള്ള സൂചനകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. Today myself and the Honorable Chief Minister, we had a breakfast meeting, and Mr. CM is also going to come for a lunch or dinner within next few days to my residence. We all have joined together, we have worked together. The party, as the entire workers of the state, have jointly supported us, and the people of Karnataka has blessed us with a massive mandate. Whatever promises we have given to the people of Karnataka, it is our bound duty to deliver everything. The promises, whatever we had given to them, we have delivered. At the same time, we are
fortunate with all your cooperation and all the legislative cooperation. We are giving a government with a good governance. We will continue to do so. Today we discussed the strategy of 28. We discussed the strategy of 28 assembly session which is going to be held. How to tackle the opposition party. We will do it. Whatever they do politics, they may try to create a lot of issues. We are ready to answer to them. As far as political issues is concerned, the leadership issue is concerned, we go by my party high command. Whatever my party high command tells, it is our decision. We have been a loyal soldiers of the party. At topmost, we all are the basic party workers to keep our party regime very high. We know the party is in difficult stage in our country, but still we have confidence. Karnataka will take a major role, repeat in 28, and will take forward in 29. Again under the leadership of Mallikarjun Kharge ji and Rahul ji, we are confident that we will come back and we will support 29 to bring them back to power.